ഇതൊന്നും കൂടി ചെറുതാക്കണോ? ഭ്രാന്തിനൊരു സ്റ്റേജ് ഉണ്ട്. ഒരു സ്റ്റേജ് ആദ്യമായിട്ടാ. അല്ല രണ്ടും തെറ്റിയുടെ പരിപാടി. എമ്പുരാന്റെ ഫസ്റ്റ് ഷോ ഉണ്ട് 3:30. ഞങ്ങളെ ഒക്കെ വെട്ടിട്ട് ലാലട്ടൻ വരുമ്പോ എറിയാൻ വേണ്ടിട്ട് ലാലേട്ടനെ എറിയാനായിട്ടാ? ലാലേട്ടന് വേണ്ടിട്ട് എറിയാൻ. ലാലേട്ടന് വേണ്ടിട്ടല്ല, സിനിമയുടെ സൂപ്പർ സീനെല്ലാം വരുമ്പോ എന്ന് വെച്ചാൽ ലാലേട്ടന്റെ എൻട്രി വരുമ്പോ അറിയാം. ലാലേട്ടന്റെ എൻട്രി വരുമ്പോ അറിയാം. ഓക്കെ, ഇത് മാത്രേ ഉള്ളൂ? ഇത് മാത്രേ ഉള്ളൂ? ഇനി ഞാൻ ലാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ സണ്ട് അതും കൂടി വെട്ടണം. എന്നിട്ടാ ഇതെന്നിട്ട് ഞാൻ ഇത് മൊത്തം ഇതാ ലാലേട്ടനുള്ള ഉമ്മ. നിന്റെ മനോഹരമായ ചുണ്ടുകളാണത്. ലാലേട്ടൻ സ്ക്രീനിന്നേ ഓടിപ്പോന്നുണ്ടല്ലോ മിക്കവാറും ഇതെല്ലാം കണ്ടിട്ട്. ഓടിക്കോട്ടെ, ലാലേട്ടൻ കാണാണെങ്കിൽ ഞാൻ ലാലേട്ടന് വേണ്ടി തന്ന ഉമ്മകളാണെന്ന് പറയണേ. ഇത് ലാലേട്ടന് കൊടുത്താലോ, നമുക്ക് അയച്ചു കൊടുത്താലോ? കൊറിയർ അയക്കാം. ലാലേട്ടന്റെ വീട് എവിടെയാണ്? അവന്റെ പൊന്നെ കൂടെ ഒരുമിച്ച് പഠിച്ച. സിനിമാ പ്രാന്തന്മാരൊന്നുമല്ല. ഇറങ്ങുന്ന എല്ലാ മൂവിയും തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടിയൊന്നും നമ്മൾക്കില്ല. പക്ഷെ ഈ ഒരു ഫീൽഡൊക്കെ തന്നെ ആയിട്ടും കൂടി ആൾക്കും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ടിവിയിലൊക്കെ വല്ലപ്പോഴും മൂവി കാണുന്നല്ലാതെ തിയേറ്ററിൽ അങ്ങനെ പോയി കാണാം അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കാണാൻ പോകണം അങ്ങനത്തെ പ്രാന്തൊന്നും ആർക്കില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തോ ജിത്തുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തിനാണ് ഫസ്റ്റ് ഷോ കാണണമെന്നുള്ളത്. ജിത്തു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുവിനും പിള്ളേർക്കും ഉള്ള ടിക്കറ്റ് നേരത്തെ തന്നെ അവൻ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്നോട് വിളിച്ച് ചോദിക്കണം. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ എന്നോട് വിളിച്ച് ചോദിക്കണം, ചേച്ചി എമ്പുരാൻ കാണാൻ പോകാൻ ടിക്കറ്റ് എടുക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 3:30 ഫസ്റ്റ് ഷോക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കേട്ട പറയാൻ എന്റെ വിളി പോയി. പിന്നെ വേറെ പണിയില്ല, 3:30 പുലർച്ചയ്ക്ക് ഉറക്കൊക്കെ കളഞ്ഞ സിനിമ കാണാൻ പോകാനൊക്കെ ഞാൻ ആദ്യം ഒന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പതുക്കുന്ന ചെയ്യുമ്പോനെ വിളിച്ചു ചെയ്യുമ്പോനെ ഇങ്ങനെ സിനിമ കാണാൻ പോവാൻ നമുക്ക് എന്ന് ചോദിച്ചപ്പോൾ ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ എന്തായാലും ഇല്ല, നിങ്ങളുടെ ഭ്രാന്ത് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആശാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ജിത്തിനോട് പറഞ്ഞു, ജിത്ത് ഒരു കാര്യം ചെയ്യുന്നു, എനിക്ക് ടിക്കറ്റ് എടുത്തോ, അഥവാ ഞാൻ വരുന്നില്ലെങ്കിൽ അത് കണ്ണനോ വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ജിത്ത് ടിക്കറ്റ് പെട്ടെന്ന് തന്നെ എടുത്തപ്പോ ഇവരുടെ കൂടെ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. ഇതാ പുലർച്ചെ 2 മണിക്ക് എമ്പുരാൻ കാണാനായിട്ട് പോകും. കത്തട്ടയും പുലർച്ചെ 2 മണിക്കാണ് കേട്ടോ ആ തുള്ളി പോണത്. എമ്പുരാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുന്നത്. അപ്പോൾ സിനിമയെ കാണാറില്ലാത്ത ഞങ്ങള് അതിന്റെ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നതിന്റെ ഒരു ആകാംക്ഷ അത് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ അവിടെ പോയി ഇരുന്നിട്ടത്തെ കഥാണെന്നുണ്ടെങ്കിൽ ഉറക്കം വെറുതെ പോവില്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഇല്ലാതില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കുഞ്ഞാവോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മിക്കവാറും നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ പെണ്ണുങ്ങളായിട്ട്, വേറെ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് നമ്മൾ നാട്ടിലത്തെ ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീടിനടുത്ത് തന്നെ 2 തിയേറ്റർ ഉണ്ടായിരുന്നിട്ട് ഇവിടെ അവിടെ ഒന്നും പോവാതെ ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്തുള്ള ഏഷ്യൻ ടൗണിലെ തിയേറ്റർ സെലക്ട് ചെയ്തത് തന്നെ എന്താ ഈ കൂവിളികളും ആർപ്പുവിളികളും ഒക്കെ കാണാനും അർമാദിക്കാനും അവിടുത്തെ ആളുകളുടെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ ഏഷ്യൻ ടൗണിലെ തിയേറ്ററിൽ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ അതായത് ആ ഒരു പുലർച്ചെ 3 മണി 3:30 സമയത്ത് ആളുകളെല്ലാം ഇത്ര എനർജറ്റിക് ആയിട്ട് ആ ഒരു സിനിമ കാണാൻ വരുന്ന, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് കൈക്കുഞ്ഞുങ്ങളായിട്ടാണ് അമ്മമാർ എത്തിയിരിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ നമ്മളെങ്ങാനും അവിടെ കിടന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഭയങ്കര വൻ നഷ്ടമായി പോയേനെന്ന് തോന്നി. അപ്പോൾ മൂവി തുടങ്ങി തന്നെ എന്താ പറയാ ആ നാട്ടിലത്തെ ഫീല് കറക്റ്റ് കിട്ടി. ആർപ്പുവിളികളും ലാലായിട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നതൊക്കെ കേൾക്കാൻ തന്നെ ആ ഒരു ഇത് തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു. ഫുൾ എമ്പുരാൻ മൂഡ്.
അങ്ങനെ ഓരോ ഇപ്പൊ സിനിമയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആധികാരികമായി ഒന്നും പറയാൻ അറിയില്ല. എന്നാലും എനിക്ക് തോന്നിയ കാര്യം പറയാലോ. ഇപ്പൊ അതിലത്തെ ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റണം എന്താണോ അവിടെ നടന്നിരിക്കുന്നത് ആ ഒരു ഫീൽ അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന രീതിയിൽ അത്രയും ഭംഗിയിലാണ് ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്.